നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. പെൻഷൻ 1600 രൂപയ്ക്ക് പകരം ഇനി അങ്ങോട്ട് 1750 രൂപയായിരിക്കും ലഭിക്കുക. എന്ന് മുതൽക്കായിരിക്കും ഈ ഒരു മാറ്റം ഉണ്ടാവുക? ആർക്കെല്ലാമാണ്, ഏതെല്ലാം പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കാണ് ഈ ഒരു 1750 രൂപ ലഭിക്കുക? അതുപോലെ തന്നെ നമുക്കറിയാം, ഈ വർഷം അവസാനത്തിലാണ് പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നത്. അതിനു മുന്നോടിയായി തന്നെ ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പെൻഷൻ മുടങ്ങിയ ആളുകൾ, പുതിയ പെൻഷൻ അപേക്ഷിക്കുന്ന സമയത്ത് റിജക്റ്റ് ആയ ആളുകൾ എന്നിവർക്കെല്ലാം വളരെ അനുകൂലമായ ഘടകങ്ങളുള്ള സമയം കൂടിയാണ്. ഇതെല്ലാം നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് അറിയിപ്പുകളും സേവനങ്ങളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ പെൻഷൻ അപേക്ഷിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ 1-2 വർഷമായി പുതിയ പെൻഷൻ അപേക്ഷിക്കുന്ന സമയത്ത് റിജക്റ്റ് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ കാര്യങ്ങൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്കറിയാം, സർക്കാരിൻ്റെ ഓരോ പുതിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പെൻഷൻ ലഭിക്കുന്ന ആളുടെ എണ്ണം ഇപ്പോൾ പരമാവധി കുറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുതിയ പെൻഷൻ അപേക്ഷിക്കുന്ന സമയത്ത് ചെറിയ കാര്യങ്ങൾ പറഞ്ഞെല്ലാം പെൻഷൻ റിജക്റ്റ് ആക്കിയിരുന്നു. നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും റൂമിൽ AC ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമ്മുടെ വീട് 2000 സ്ക്വയർ ഫീറ്റിന് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ, വീട്ടിൽ ആർക്കെങ്കിലും 4 ചക്ര വാഹനമുണ്ടെങ്കിൽ, അങ്ങനെ ചെറിയ കാരണങ്ങൾ കൊണ്ടെല്ലാം പെൻഷൻ റിജക്റ്റ് ആക്കിയിരുന്നു. അങ്ങനെയുള്ള ആളുകൾ ഒരു പ്രാവശ്യം കൂടി അപേക്ഷ സമർപ്പിക്കാൻ ഇപ്പോൾ അവസരമുണ്ട്. അങ്ങനെ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ അവർ ഒരു അന്വേഷണം നടത്തും. ചെറിയ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ വാർഡ് മെമ്പറുമായി സംസാരിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത് അപ്രൂവൽ ചെയ്യാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, ഈ വർഷം അവസാനത്തിലാണ് പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർമാരെല്ലാം ഇപ്പോൾ നല്ല ആക്റ്റീവായിട്ടുണ്ടാകും. അവർ എല്ലാ സമയത്തും പഞ്ചായത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ഈ ഒരു അവസരം നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്താവുന്നതാണ്. വാഹനം നമ്മുടെ പേരിലല്ല മറ്റാളുടെ പേരിലാണെന്ന് പറഞ്ഞാലും, അതുപോലെ തന്നെ AC മറ്റ് റൂമിലാണെന്നെല്ലാം പറഞ്ഞ് നമുക്ക് ചിലപ്പോൾ പെൻഷൻ അപ്രൂവൽ ആകുന്നുണ്ട്. അങ്ങനെ പല ആളുകൾക്കും ഈ ഒരു അവസരം മുതലാക്കി പെൻഷൻ അപ്രൂവൽ ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം പെൻഷൻ മുടങ്ങിയതും പല കാരണങ്ങൾ കൊണ്ടാണ് അന്ന് പെൻഷൻ മുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പെൻഷൻ മസ്റ്ററിങ് ചെയ്യാത്തത് കൊണ്ടാണ് മുടങ്ങിയതെങ്കിൽ ഇപ്പോൾ മസ്റ്ററിങ് ചെയ്യാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് ആ അവസരം പ്രയോജനപ്പെടുത്തി മസ്റ്ററിങ് പൂർത്തിയാക്കാം. എന്നാൽ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുന്നതാണ്. അതല്ല, നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയതെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ചലഞ്ച് ചെയ്യാൻ വാർഡ് മെമ്പറുമായി സംസാരിച്ച് അല്ലെങ്കിൽ വാർഡ് കൗൺസിലറുമായി സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അനുകൂല നിലപാട് തന്നെ ഉണ്ടാകും. ഈ ഒരു വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷനും അതിനുശേഷം വരുന്ന നിയമസഭയിലും കൂടിയെല്ലാം ഇപ്പോൾ നല്ല ആക്റ്റീവായിരിക്കും പൊതുപ്രവർത്തകരെല്ലാം. നിങ്ങളുടെ ആവശ്യം അവരുമായി പങ്കുവെക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു അനുകൂല നിലപാടുണ്ടാകുകയും തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പെൻഷൻ മസ്റ്ററിങ് ഇപ്പോഴും ഒരുപാട് ആളുകൾ ചെയ്യാത്ത ആളുകളുണ്ട്. നമുക്കറിയാം, മസ്റ്ററിങ് പൂർത്തിയാക്കാത്ത ആളുകൾക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള പെൻഷൻ ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് നിങ്ങൾ മസ്റ്ററിങ് പൂർത്തിയാക്കുക. വീട്ടിൽ കിടപ്പിലായ രോഗികൾ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ രോഗികൾ എന്നിവരാണുണ്ടെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പർ മുഖേന നിങ്ങൾ അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ വന്ന് മസ്റ്ററിങ് പൂർത്തിയാക്കും, അതല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വന്ന് മസ്റ്ററിങ് പൂർത്തിയാക്കും. ഏതെങ്കിലും തരത്തിൽ മസ്റ്ററിങ് പൂർത്തിയാക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല. അത് പല ആളുകൾക്കുമുള്ള സംശയമാണ്. എനിക്ക് ജനുവരി മുതൽ പെൻഷൻ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഫെബ്രുവരി മാസം മുതൽ പെൻഷൻ തുടങ്ങിയിട്ടുള്ളൂ, ഞാൻ മസ്റ്ററിങ് ചെയ്യണമെന്നുള്ളത്. ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന, അതല്ലെങ്കിൽ പെൻഷൻ അപ്രൂവൽ ചെയ്ത് പെൻഷൻ ID ആയിട്ടുള്ള എല്ലാ ആളുകളും, അത് വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിലും ശരി, വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിലും ശരി, അതുപോലെ തന്നെ ഏത് പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും മസ്റ്ററിങ് പൂർത്തിയാക്കുക. അതുപോലെ തന്നെ ചില ആളുകളുണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഏതെങ്കിലും ക്ഷേമനിധി ബോർഡിൽ നിന്ന് പെൻഷൻ ലഭിക്കുന്ന ആളുകളാണെങ്കിൽ ഈ 2 മസ്റ്ററിങ് അവർ പൂർത്തിയാക്കേണ്ടി വരും. അവർക്ക് 2 പെൻഷൻ ID ഉണ്ടായിരിക്കും. ഈ 2 പെൻഷൻ IDയിലും അവർ മസ്റ്ററിങ് പൂർത്തിയാക്കണം. എങ്കിൽ മാത്രമാണ് തുടർന്നും അവർക്ക് 2 പെൻഷൻ ലഭിക്കുകയുള്ളൂ. നമ്മൾ നോക്കാൻ പോകുന്നത് പെൻഷൻ പണം കൂടുന്നതിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് 2 വർഷമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് 1600 രൂപയാണ്. കഴിഞ്ഞ ബജറ്റിൽ നമ്മൾ എല്ലാ ആളുകളും പ്രതീക്ഷിച്ചിരുന്നു പെൻഷൻ പണം കൂടുന്നതിനെക്കുറിച്ച്. അന്ന് സർക്കാർ നമ്മോട് പറഞ്ഞിരുന്നത് പെൻഷൻ പണം എപ്പോൾ വേണമെങ്കിലും കൂട്ടാം,
അതിന് ബജറ്റിൽ അവതരിപ്പിക്കണമെന്നില്ല. സർക്കാരിൻ്റെ നയപരമായ തീരുമാനമാണ്. അത് എപ്പോൾ വേണമെങ്കിലും എടുക്കാമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അടുത്ത മാസങ്ങളിൽ തന്നെ പെൻഷൻ പണം കൂടാനാണ് ഇപ്പോൾ സാധ്യത കാണുന്നത്. നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ പഞ്ചായത്ത് ഇലക്ഷൻ അടുത്തതുകൊണ്ടും നിയമസഭാ ഇലക്ഷൻ നടത്തുന്നതുകൊണ്ടുമെല്ലാം പെൻഷൻ പണം കൂടാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. ഏതായാലും ഈ ഒരു ആഗസ്റ്റ് മാസത്തിൽ അത് ഉണ്ടാവുകയില്ല. ആഗസ്റ്റ് മാസത്തിൽ നമുക്ക് 2 മാസത്തെ പെൻഷൻ ലഭിക്കും. 1 മാസത്തെ പെൻഷൻ കുടിശ്ശികയും ആഗസ്റ്റ് മാസത്തിലെ പെൻഷൻ ലഭിക്കുന്നതാണ്. ഓണത്തിന് മുമ്പായി തന്നെ ഇങ്ങനെയുള്ള പെൻഷനെല്ലാം നമുക്ക് ലഭിക്കും. അതിനുശേഷമായിരിക്കും പെൻഷൻ പണം കൂടുന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നത്. ഏതായാലും വരും വീഡിയോസുകളിൽ ഇതിനെക്കുറിച്ചെല്ലാം കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലെ തന്നെ ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ